നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2023 നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, അതിൽ കർണാടകയുണ്ട്. അതിനുശേഷം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ അടുത്താണ് കഴിഞ്ഞത്. അതിൻ്റെ ഫലപ്രഖ്യാപനം ഉൾപ്പെടെ വന്നിരുന്നു. അതിൽ കോൺഗ്രസ് പ്രധാനമായിട്ടുള്ള ഒരു വലിയ ജയം നേടേണ്ടിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. അവരുടെ ശക്തി ദുർഗം. രാജസ്ഥാനിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും വോട്ട് ഷെയറിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടില്ലെങ്കിലും അവിടെ കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ അവർക്ക് ഭരണം നഷ്ടമായി. കഴിഞ്ഞ തവണ പിടിച്ച 99 വെച്ച് നോക്കുമ്പോൾ 69 എന്ന് പറയുമ്പോൾ അതിനകത്ത് 30 സീറ്റുകളുടെ കുറവ് വന്നിരിക്കുകയാണ്. അത് കോൺഗ്രസ് തുറന്നു സമ്മതിക്കുന്നു. പക്ഷേ ആ 30 സീറ്റുകൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് 10,000-ത്തിന് താഴെ വോട്ടുകൾക്ക് തോറ്റ 30ഓളം അസംബ്ലി മണ്ഡലങ്ങൾ എടുത്തു പറയേണ്ട കാര്യമായി ഉണ്ട്. ഒന്ന് ഒത്തുപിടിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഈ പോരാട്ടം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ രാജസ്ഥാനിലെ ജനത മാറി ചിന്തിച്ചനെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം BJPക്ക് ഒരു അവസരം കൊടുക്കാനും അവിടെ ഭജൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാനും ഒന്നും ജനങ്ങൾ ഒട്ടുമേ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ അവിസ്മരണീയമാകുന്ന അല്ലെങ്കിൽ യാദൃച്ഛികമായ ഒരു രീതിയിലൂടെ അവിടെ BJP തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. BJP ഒട്ടും പ്രതീക്ഷിച്ച ഒരു സംസ്ഥാനമല്ലായിരുന്നെങ്കിൽ പോലും മധ്യപ്രദേശോ ഛത്തീസ്ഗഡോ പോലെയല്ലായിരുന്നു രാജസ്ഥാനിൽ കാര്യങ്ങൾ അവർക്ക് പ്രതികൂലമായിരുന്നിട്ടും വസുന്ധര രാജെ സിന്ധ്യ എന്ന തലമുതിർന്ന നേതാവിനെ മാറ്റുക എത്ര മാത്രം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അവിടെ BJPക്കാർ ശ്വാസം പിടിച്ചു തന്നെയാണ്, അതായത് ശ്വാസം അടക്കി പിടിച്ചു തന്നെയാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെയും കാത്തിരുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനം തിരികെ അവിടെയുള്ള 25 ലോക്സഭാ സീറ്റുകൾ തിരികെ പിടിച്ചെടുക്കുക എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. മിഷൻ 272 ഇന്ത്യ മുന്നണിക്ക് ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അതിനകത്ത് കോൺഗ്രസും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന പല ലോക്സഭാ സീറ്റുകളുണ്ട്. 200ഓളം ലോക്സഭാ സീറ്റുകളിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ 2 പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. അതിൽ പ്രധാനമായി വരുന്ന കവറപ്പ് ചെയ്യുന്ന സംസ്ഥാനം തന്നെയാണ് ഈ പറയുന്ന രാജസ്ഥാൻ. മധ്യപ്രദേശും അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡും, അതുപോലെ തന്നെയാണ് ഇപ്പോൾ കർണാടകയും എന്ന് കൃത്യമായി തന്നെ പറയാം. കാരണം കർണാടകയിൽ JDS ഇല്ല. ഇപ്പോൾ അവിടെ 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല, കൃത്യമായും BJPയും കോൺഗ്രസും മാത്രമായി ഉള്ള പോരാട്ടമായി കർണാടക അവശേഷിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം, അതായത് മിഷൻ 272 എന്ന് വരുമ്പോൾ അതിൽ 150ഓളം സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം നേടാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആ ആധിപത്യം ഒരിക്കലും വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള പാർട്ടികളെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കെടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയല്ല ഒരിക്കലും കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായും അത് നാശോന്മുഖമായിരിക്കും. അത് നാശം മാത്രമേ വിതയ്ക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായിട്ടും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കൃത്യമായി ചെയ്യേണ്ടത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകൾ കൃത്യമായി അടയാളപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യകക്ഷികൾക്ക് മത്സരിക്കാൻ കുറഞ്ഞത് 300 സീറ്റെങ്കിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. ആ സീറ്റുകളിൽ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് കൂടി ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമായി അവശേഷിക്കുന്നത്.